മലയാള സിനിമയിൽ പുതിയ ചരിത്രം കുറിച്ച മോഹൻലാൽ ജീത്തു ജോസഫ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ദൃശ്യം 3 58 മണിക്കൂർ കൊണ്ട് 100 കോടി കളക്ഷൻ നേടിയാണ് ദൃശ്യം 3 റെക്കോർഡിട്ടത്. അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രം കുതിപ്പ് തുടരുന്നു. മലയാള സിനിമയിൽ പുതിയ ചരിത്രം കുറിച്ച് മോഹൻലാൽ ജീത്തു ജോസഫ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ദൃശ്യം 3 58 മണിക്കൂർ കൊണ്ടാണ് 100 കോടി കളക്ഷൻ ചിത്രം നേടിയെടുത്തത്. ദൃശ്യം 3 റെക്കോർഡ് തുറന്നിരിക്കുകയാണ്. ചിത്രം കൈവരിച്ച നേട്ടത്തിന്റെ സന്തോഷം മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിലും പങ്കുവച്ചിരുന്നു. 13 വർഷമായി ഞങ്ങളോടൊപ്പം ഈ യാത്രയിൽ പങ്കാളിയായതിന് നന്ദി. ഈ കഥയിലുള്ള നിങ്ങളുടെ സ്നേഹവും പിന്തുണയും വിശ്വാസവും എല്ലാം ഞങ്ങളെ ദിവസവും വിനയാന്വിതരാക്കുന്നുണ്ട്. ദൃശ്യം 3 വിജയകരമായി പ്രദർശനം തുടരുന്നു എന്നാണ് മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. ചിത്രത്തിന്റെ പ്രത്യേക പോസ്റ്ററും താരം പങ്കുവച്ചിരുന്നു. മലയാള സിനിമകളുടെ മൊഴിമാറ്റ പതിപ്പുകൾക്ക് പലപ്പോഴും ഏറ്റവും അധികം കളക്ഷൻ വരുന്നത് തെലുങ്ക് സംസ്ഥാനങ്ങളിലാണ്. ഇപ്പോഴിതാ ദൃശ്യം 3 തെലുങ്ക് പതിപ്പിനെയും ഇരു കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും പ്രേക്ഷകർ. ഇപ്പോഴിതാ അതിന്റെ കൗതുകകരമായ കണക്കുകളും പുറത്തെത്തിയിട്ടുണ്ട്. ഒരു മലയാള ചിത്രത്തിന്റെ മറുഭാഷാ പതിപ്പുകൾ ഒരേ ദിവസം തിയേറ്ററുകളിൽ എത്തുന്നത് ആദ്യമായിരുന്നു. മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായ 21-ാം തീയതിയാണ് ദൃശ്യം 3 4 ഭാഷകളിൽ തിയേറ്ററുകളിലെത്തിയത്. ട്രാക്കർമാരുടെ കണക്കുകൾ പ്രകാരം 3 ദിവസം കൊണ്ട് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് ദൃശ്യം 3 തേടിയത് 5.10 കോടി ഗ്രോസ് ആണ്. ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ ആവട്ടെ 2.51 കോടിയും. ശനിയാഴ്ച മാത്രം 1.60 കോടിയിലധികമാണ് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ ചിത്രം നേടിയത്. തെലുങ്കിനൊപ്പം മലയാളം, തമിഴ് പതിപ്പുകളും ആന്ധ്രയിലും തെലങ്കാനയിലും പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതിൽ വിവിധ ഭാഷാ പതിപ്പുകളുടെ വേർതിരിച്ചുള്ള കണക്കുകളാണ് കൗതുകകരം. അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി പിന്നിട്ട് ചിത്രം കുതിപ്പ് തുടരുകയാണ്. വെറും 3 ദിവസം കൊണ്ടാണ് ദൃശ്യം 3 ഈ നേട്ടം സ്വന്തമാക്കിയതെന്നതും അത്ഭുതമാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിലെത്തുന്ന രണ്ടാമത്തെ ചിത്രമായി മാറി ഇതോടെ ദൃശ്യം 3. ഏറ്റവും വേഗത്തിൽ ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ള ചിത്രം എമ്പുരാനായിരുന്നു. 2 ദിവസം കൊണ്ടാണ് എമ്പുരാൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. ആഗോളതലത്തിൽ 67 രാജ്യങ്ങളിലാണ് ഒരേ ദിവസം ചിത്രം റിലീസ് ചെയ്യപ്പെട്ടത്. ആദ്യ 2 ഭാഗങ്ങൾക്ക് ലഭിച്ചത്രയും പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭിച്ചില്ലെങ്കിലും ബോക്സ് ഓഫീസിൽ അതൊന്നും ഒരു തടസ്സമായിരുന്നില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.